ദുബായിൽ താമസിക്കുന്ന ആ മലയാളി 13,000 അടി ഉയരത്തിൽ നിന്നും ഇന്ത്യൻ പതാകയുമായി ലിബിയയുടെ ആകാശത്തിൽ നിന്നും താഴേക്ക് പറക്കുമ്പോൾ അതൊരു ലോക റെക്കോർഡായിരുന്നു. ലോകത്തിലെ 65 പേര് 65 രാജ്യങ്ങളുടെ പതാകയുമായി ഒന്നിച്ച് ലിബിയൻ മിലിറ്ററി ഇല്യൂഷൻ എയർക്രാഫ്റ്റിൽ നിന്നും സ്കൈ ഡൈവ് നടത്തി ലാൻഡ് ചെയ്യുമ്പോൾ അത് ലോകത്തിന്റെ ഗിന്നസ് ബുക്കിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. 65 ആൾക്കാരും സെയിം ടൈം ജമ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഏറ്റവും ഹൈ റിസ്ക്. നമ്മളെല്ലാവരും നിങ്ങളിപ്പോൾ ഈ ജമ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നാണ് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും ഹൈ റിസ്ക് വരുന്നത്. അപ്പോൾ ഈ 65 ആളെന്ന് പറയുന്ന ഒരേ സ്പോട്ടിലെ ചെയ്യും. നമുക്കൊരു നോർമൽ നമുക്ക് സെപ്പറേഷൻ എന്ന് പറയും, അഥവാ നമുക്ക് ഗ്യാപ്പ് എടുക്കാൻ പറ്റും. ഇതിൽ ഗ്യാപ്പ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മിലിറ്ററി ഫ്ലൈറ്റ് ആണ്. പ്രോപ്പർ ഏകദേശം 320 per kilometer സ്പീഡിലാണ് ഈ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ് നമുക്ക് ജമ്പും ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പുള്ള് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക് ആണ്. രണ്ടാമത്തെ വെച്ചാൽ ലാൻഡിങ് ചെയ്യുന്ന ഒരു ഡിസൈൻ ഏരിയ ഉണ്ട്. ആ ഏരിയ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യും. അതിൽ ഒരാളോ അല്ലെങ്കിൽ ഈവൻ ഞാൻ ആ പുറത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് എന്താക്കും നമുക്കത് കിട്ടില്ല. ഒരു പാഷനായി കണ്ട് ജംഷീർ ജോലിയുടെ ഇടവേളകളിൽ ദുബായിൽ സ്കൈ ഡൈവ് നടത്തി അത് പിന്നീട് ഒരു ഹരമായി കൂടിയപ്പോൾ പോലും അതിന്റെ കൂടെ ഇങ്ങനൊരു ലോക റെക്കോർഡ് എന്ന സ്വപ്നം പോലും ഇല്ലായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 2022 മുതലാണ് ഞാൻ സ്കൈ ഡൈവിൽ ഇപ്പോൾ സോളോ ജമ്പ് ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 320 ജംപ്സ് ഞാനിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 പ്രാവശ്യം വെച്ചാൽ UAEക്ക് വേണ്ടിയിട്ട് മത്സരിക്കാനും അതിൽ ഞങ്ങൾക്ക് മെഡൽ നേടാനും പറ്റിയിട്ടുണ്ട്. പിറന്ന നാടിന്റെ പതാക ലോകത്തിന്റെ ഉയരത്തിൽ പാറിപ്പറക്കുമ്പോൾ അതൊരു അഭിമാനമാണ്. അതിന് കാരണമായത് ദുബായിലുള്ള ഒരു മലയാളി കൂടിയാവുമ്പോൾ ആ അഭിമാനം സ്വകാര്യ അഹങ്കാരം കൂടിയാവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യദിന വേളയിൽ.